You can drop me right here. ജീസസ് ക്രൈസ്റ്റ്, ഞാനൊരു ക്യാബ് കയറി ഇപ്പോൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ക്യാബ് റൈഡ് വാസ് 45 freaking minutes and that cab was smelling like shit. Literally എൻ്റെ സോൾ എൻ്റെ ബോഡിയിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നു. God, it costed me around $30 and these guys are not ready to at least clean their cars. God, I'm done, literally done. ഭ്രാന്തായി പോയി. Devastating. All right. ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ആയിരുന്നു. പുള്ളി കുറേ നാളായിട്ട് പുള്ളിയെ ഞാൻ കാണാമെന്ന് പറഞ്ഞ് പറ്റിച്ച് പുള്ളി ഇന്നലെ എനിക്കൊരു മെസ്സേജ് അയച്ചു. അമൽ, ഐ നീഡ് ടു മീറ്റ് യു. നാളെ 12 മണിക്ക് വരണം. ഞാൻ 1 മണിക്കൂർ അവിടെ പോയി വെയിറ്റ് ചെയ്തു. 1 മണിയായപ്പോൾ പുള്ളി വന്നു, സംസാരിച്ചു. ദെൻ ഐ ഷോ യു സംതിങ്. പുള്ളിക്കാരനുമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 months ആയി. നമുക്ക് റെഗുലർലി മന്ത്ലി ബേസിസിൽ നമ്മളൊരു റിട്ടൈനർ വെച്ചാണ് പോണേ. ബട്ട് ഇന്ന് പുള്ളിക്ക് എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടും പുള്ളിക്ക് ഞാൻ റിസൾട്ട് കൊടുത്തതുകൊണ്ട് ഹി ലിറ്ററലി റോട്ട് മീ എ ചെക്ക് ഓഫ് $1,000 ആസ് ഗിഫ്റ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ ഞാൻ വീട്ടിലെത്തിയിട്ട് നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ കിടന്നു. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ വിളിച്ച് സംസാരിച്ച് ഡീൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ കിടന്നുറങ്ങിപ്പോയി. വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ യെസ്, ഇന്ന് ഒരു സ്റ്റോറി പറയാനുണ്ട് എനിക്ക്. ഇത് വെറും ഒരു കഥയായിട്ട് നിങ്ങൾ കരുതരുത്. ഇതൊരു പാഠമായിട്ട് എടുക്കുക, ഇതൊരു അഡ്വൈസ് ആയിട്ട് എടുക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഓപ്പൺ ആയിട്ട് പറയാം. വിത്ത് നെയിം ഞാൻ റിവീൽ ചെയ്യാൻ പോവാണ്. എനിക്ക് തോന്നുന്നു 2023 തോന്നുന്നു. ദർ വാസ് വൺ ഗായ്, നിങ്ങൾക്ക് അറിയായിരിക്കും, നെക്സ്റ്റ് ജെൻ റിക്സ് എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് ജെൻ റിക്സ്, പ്രസീദ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഇപ്പോൾ പുള്ളിക്കാരൻ ഒരു ബിസിനസ് ഡീല്, ഒരു വലിയൊരു ബിസിനസ് ഡീല് നടത്തി. അതായത് സക്സസ് ആവുമെന്ന് കരുതി നടത്തിയൊരു ബിസിനസ് ഡീലാണ്. അതിനകത്ത് എന്തൊക്കെയോ ക്ലാഷസ് വന്നു. കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോയില്ല. കാര്യങ്ങൾ ഭയങ്കര റോങ് ആയിട്ട് പോയി. പുള്ളിക്കാരന് ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നു. പുള്ളിയെ എല്ലാവരും കൂടി, ഈവൻ ഞാനുൾപ്പെടെയുള്ള എല്ലാവരും കൂടി ചേർന്ന് പുള്ളിക്കാരനെതിരെ ലൈവ് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി. എല്ലാവരും, ലിറ്ററലി എല്ലാവരും. പുള്ളിക്കാരൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, മിസ്റ്റേക്ക് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇഷ്ടം പോലെ തെറ്റുകളുണ്ട്, ഇഷ്ടം പോലെ. ഞാൻ ബിസിനസ്സിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു കാര്യം പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അത് നടക്കില്ല എന്നുണ്ടെങ്കിൽ അതിനെ ചൊല്ലി നമ്മളൊരു 10 കള്ളം പറയുന്നേക്കാളും ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു യൂട്യൂബ് മെൻറ്റർഷിപ്പ് ഞാനൊരു ഡീല് ക്ലോസ് ചെയ്തു. എനിക്ക് അയാൾക്ക് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല. അയാൾക്ക് എനിക്ക് പ്രോപ്പർലി അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്ക് കാര്യങ്ങൾ ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പാളിച്ച സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ അയാളെ വിളിച്ചിട്ട് പറയും, ഇങ്ങനെയാണ് സിറ്റുവേഷൻ, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, പക്ഷേ ഞാൻ പൈസ വന്നിട്ട് ഞാൻ ഉറപ്പായിട്ടും പേ ചെയ്യാം. അത് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ചിലപ്പോൾ ഞാനൊരു 3 മാസമോ 4 മാസമോ എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിക്കുമായിരിക്കും. 4 മാസം എടുക്കുമായിരിക്കും. പക്ഷെ 4 മാസത്തിൻ്റെ അകത്ത് ഞാൻ നിങ്ങളെ അടുത്തുനിന്ന് മേടിച്ച പൈസ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു തരാം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം, അങ്ങനെ പറയാം. പക്ഷേ നെക്ഷൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര ട്രാൻസ്പെറൻ്റേ അല്ലായിരുന്നു. കാരണം പുള്ളി കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നത്തിലേക്ക് എത്തൂലായിരുന്നു. പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകൾ തന്നെയാണ് അതിനകത്തിരിക്കുന്നത്. കാരണം പുള്ളിനെ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞിട്ട് ആർക്കും പൈസയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ആ സമയത്ത് ഇത് എൻ്റെ മാത്രം ഒരു പേഴ്സണൽ വിശ്വാസമായിട്ട് നിങ്ങൾക്ക് കരുതാം. ഇത് ഈ ഐഡിയോളജിയോട് നിങ്ങൾ അംഗീകരിക്കണമെന്നോ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കണമെന്നോ ഞാൻ ഒരിക്കലും പറയൂല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സമയത്ത് പുള്ളി എനിക്ക് പേഴ്സണലി ഞാൻ 100% ഓപ്പൺ ആയി പറയാം, എനിക്ക് പേഴ്സണലി ഇഷ്ടംപോലെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. എൻ്റെ മോണിറ്റർ അടിച്ചു പോയ സമയത്തും, എനിക്ക് പെട്ടെന്നൊരു റിപ്പയർ ആവശ്യങ്ങൾ വന്ന സമയത്തൊക്കെ പൈസ എന്ന് പറയുന്ന കാര്യങ്ങൾ ഫാക്ടർ മാറ്റി നിർത്തിക്കൊണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പുള്ളിക്കെതിരെ വീഡിയോ ഇടേണ്ടി വന്നത്, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ ഒരു ബിസിനസ്സിനെ ഞാൻ പേഴ്സണലി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ആൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ എൻ്റെ ബ്രദറും അവിടെ നിന്നാണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആസ് എ ഇൻഫ്ലുവൻസ്. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാത്തവർക്ക് ഞാൻ പറയാം, എൻ്റെ ചൈൽഡ്ഹുഡ് വാസ് വെരി ടഫ് ഫോർ മീ.
ഇറ്റ് വാസ് നോട്ട് വെരി ടഫ് ഫോർ മീ, ഇറ്റ് വാസ് വെരി ടഫ് ഫോർ മൈ ഫാമിലി ആസ് വെൽ. കാരണം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അല്ലെങ്കിൽ ദോസ് ആർ ദ പീപ്പിൾ. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹാർഡ് വർക്കിംഗ് ക്രീച്ചേഴ്സ് എവർ എക്സിസ്റ്റ്. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും. പക്ഷെ എൻ്റെ അച്ഛൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എൻ്റെ അച്ഛൻ തന്നെയാണ്. ദ എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക്, ദ എമൗണ്ട് ഓഫ് സ്മാർട്ട് ആൻഡ് ഹാർഡ് വർക്ക് ഹി പുട്ട് ഇൻ ഹിസ് വർക്ക് ഈസ് ആബ്സല്യൂട്ട്ലി അമേസിങ്. കാരണം ലിറ്ററലി പണ്ട് എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ എന്തോ പഠിക്കപ്പോൾ വീട്ടില് ഫുഡ് കഴിക്കാൻ നമുക്ക് അരിയുണ്ട് കഞ്ഞി വയ്ക്കാൻ, പക്ഷെ നമുക്ക് എന്തില്ല, കറികളൊന്നുമില്ല, ഉപ്പ് പോലും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. മുഴുപട്ടിണി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുപട്ടിണി. 3 വർഷത്തേക്ക് എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു, ലിറ്ററലി കറണ്ട് ഇല്ല. കാരണം കറണ്ട് ബില്ല് അടയ്ക്കാൻ വകുപ്പില്ലാതെ അവർ ഒന്ന് ഫ്യൂസ് ഊരിക്കൊണ്ട് പോയി. കറണ്ട് ബില്ല് അടയ്ക്കാൻ വഴിയില്ല, കറണ്ട് ഇല്ല. മെഴുകുതിരി മാത്രം വെച്ചിട്ടാണ് നമ്മൾ രാത്രിയൊക്കെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മെഴുകുതിരി കത്തിച്ച്, മെഴുകുതിരി അല്ലായിരുന്നു, അതിനെന്താ പറയണം, മണ്ണെണ്ണ വിളക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, മണ്ണെണ്ണ വിളക്ക് എന്ന് പറഞ്ഞ സാധനം. മണ്ണെണ്ണ വിളക്ക് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ട് ആ മണ്ണെണ്ണ വിളക്കിന്റെ അടുത്തിരുന്നാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ, കഞ്ഞിയാ മോസ്റ്റ്ലി. പക്ഷേ ഈ കഞ്ഞിയാ മോസ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഐ ഡോണ്ട് നോ, സംഹൗ എൻ്റെ അമ്മ എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡുകൾ കൊണ്ടുവന്ന് തരാറുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ടൈം പുള്ളിക്കാർ ഫുഡ് കഴിക്കാതിരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ക്ലിയർ കട്ടായിട്ട് ഓർമ്മയൊന്നുമില്ലെങ്കിൽ ഞാൻ റീകോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ സ്പെസിഫിക് എനിക്ക് ട്രിഗർ പോയിന്റുകളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അച്ഛൻ ആ സമയത്ത് വീട്ടിലില്ല. എൻ്റെ അച്ഛന് ഒരു ബിസിനസ് നടത്തി വലിയൊരു ലോസ് ഉണ്ടായി. അതിൻ്റെ പുറകിൽ കുറച്ച് കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അച്ഛൻ, ദ പ്രൗഡ് മാൻ വേണുഗോപാൽ, പുള്ളിക്കാരൻ ഒരിടത്ത് മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മയുടെ ഫാമിലി ഒരു ഹെൽപ്പും നമുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഫാമിലീസ് ഒന്നും ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മൾ വളരെ ടഫായിട്ടുള്ള സിറ്റുവേഷനിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഫാമിലി ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ മോസ്റ്റ്ലി എല്ലാവരുടെ ലൈഫിലും ഫാമിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, വലിയ ഉള്ളവരുണ്ട്, പക്ഷെ കുറവാ. 5 പൈസയ്ക്ക് ഗുണമില്ലാത്തവരാണ് പൊതുവെ ഉള്ളവർ. വിത്ത് ദാറ്റ് ബീൻ സെഡ്, അപ്പോൾ ഇവരൊന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഫ്രം ദാറ്റ് ഡൗൺഫോൾ പിന്നീട് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിതൊരു കമ്പാരിസൺ വെച്ച് പറയുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ എൻ്റെ വീട്ടുകാർ കറണ്ട് ഒന്നും ഇല്ലാതെ ഒരു മണ്ണെണ്ണ വിളക്കിൽ മാത്രം വേർത്ത് കിടന്നുറങ്ങി വല്ലാത്ത അവസ്ഥയിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുക, മുഴു പട്ടിണിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അറ്റ് അതർ എൻഡ് എൻ്റെ ഫാമിലി, എൻ്റെ ബാക്കിയുള്ള കസിൻസ് എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൈഫ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അത്യാവശ്യം കുഴപ്പമില്ല. അവരൊക്കെ ഒരു ഓൾമോസ്റ്റ് ലക്ഷറി ഓർ മിഡിൽ ക്ലാസ് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാ രീതിയിലുള്ള ലക്ഷറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് എനിക്കെന്താണ്, എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് അതെല്ലാം കണ്ട് കൊതിക്കാനേ പറ്റുള്ളൂ. അയ്യോ അവർക്ക് ഫാൻ ഉണ്ടല്ലോ. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതൊക്കെയായിരുന്നു ലക്ഷറി. അവർക്ക് ഫാൻ ഉണ്ടല്ലോ, അവർക്ക് TV ഉണ്ടല്ലോ, അവർക്ക് അതൊക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു സിറ്റുവേഷൻ. സോ എന്നിട്ട് ഇത് ഞാൻ പറയുന്നത് ഞാൻ 3ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്തുള്ള സിറ്റുവേഷൻ ആണ്. 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നീട് 5ാം ക്ലാസ് ആയപ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ സൂപ്പർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മളൊരു പുതിയ വീട് വെച്ചു, വീട്ടിലേക്ക് മാറി. ആ വീട്ടില് നമ്മള് മാറി താമസിക്കാൻ തുടങ്ങി. ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും കറണ്ട് പോലും ഫാനൊന്നും ഇല്ലാതെ വേർത്ത് കുളിച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഞാൻ 5ാം ക്ലാസ് മുതൽ I'm telling you guys, 5ാം ക്ലാസ് മുതൽ ടിൽ നൗ എനിക്കിപ്പോൾ 27 വയസ്സായി. ഈ വയസ്സ് വരെ ഞാൻ ഒരു ദിവസം പോലും AC ഇല്ലാതെ കിടന്നുറങ്ങിയിട്ടില്ല. ഞാൻ മാത്രമല്ല, ഞാനാവട്ടെ, എൻ്റെ അമ്മയാവട്ടെ, എൻ്റെ സിസ്റ്റർ ആവട്ടെ, എൻ്റെ ആരോ ആവട്ടെ എൻ്റെ വീട്ടിൽ വരുന്നത്. ബിക്കോസ് ഇതെല്ലാം പോസിബിൾ ആക്കിയത് എൻ്റെ അച്ഛൻ്റെ ഹാർഡ് വർക്കാണ്. എൻ്റെ അച്ഛൻ്റെ ആ ഒരു അച്ഛന് ലൈഫിൽ ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശിയാണ്. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് തോറ്റ് പുള്ളിക്കാരന് പിന്നെ വാശിയായി. ആ ക്യാരക്ടറാണ് എന്നിലുള്ളത്. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളവരായാലും ആരായാലും, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബിക്കോസ് ഓഫ് ദാറ്റ് ഗായ് ഓവർ ദെയർ ഇൻ കേരള. ഹി ഈസ് സച്ച്. സോ ഈ സ്റ്റോറി പറഞ്ഞതിന് ഒരു റീസൺ ഉണ്ട്. ഹാർഡ്ഷിപ്പ് എന്താന്നുള്ളത് എനിക്കറിയാം. അതിന് മുന്നേ ഒരു കോഫി ഇടാം. ബാ. സോ കോഫി ഇട്ടിട്ട് വന്നു, കോഫി ഇരിക്കുന്നു. ബാക്ക് ടു അവർ സ്റ്റോറി. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരനെ ഞാനും ഈ നെക്സ്റ്റ് ജെന്നിലെ ഓണറിനെതിരായി പുള്ളിയുടെ എതിരെ സംസാരിച്ചു. ആ സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഞാൻ ആ ലൈവില് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക, പുള്ളി ചെയ്ത വള്ളികളെ പറ്റിയിട്ടൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ഞാൻ എല്ലാവർക്കും ഫോളോ അപ്പ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് എനിക്ക് മനസ്സിൽ ഫീൽ ചെയ്തതാണ്, ഞാൻ ഈ ചെയ്യുന്നതിനുള്ള കർമ്മ എന്തെങ്കിലും ഒരു ദിവസം കിട്ടും. അപ്പോൾ
ഇതെനിക്ക് തോന്നാൻ കാരണം ഞാൻ ഈ സിറ്റുവേഷൻ എൻ്റെ അമ്മയടുത്ത് പറഞ്ഞ സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞ കാര്യമാണ് എനിക്കിങ്ങനെ തോന്നിച്ചത്. കാരണം വെച്ചാൽ അമ്മ പറഞ്ഞു, എടാ അവൻ ബിസിനസ് നടത്തി, അവന് വലിയൊരു നഷ്ടം വന്നു, അവൻ നഷ്ടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും, അവൻ വളരെ ഹെൽപ്ലെസ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ആ സമയത്ത് നീ ഈ ഒരു സാധനത്തെ യൂട്ടിലൈസ് ചെയ്തില്ലേ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ, ഈ ഒരു ചാൻസിനെ യൂട്ടിലൈസ് ചെയ്ത് നീ ലൈവ് ചെയ്തില്ലേ, നീ വീഡിയോ ചെയ്തില്ലേ? കടക്കാരനായിട്ടിരിക്കുന്നതിന്റെ വേദന നിനക്കറിയോ? നീ എന്തെങ്കിലും കടക്കാരനായിട്ടിരുന്നിട്ടുള്ളൂ? ആ ഒരു പോയിന്റ് വരെ ഐ ഹാഡ് സീറോ ഡെറ്റ്. എനിക്ക് എൻ്റെ കരിയറിൽ ഡെറ്റ് വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്തു. ആൻഡ് കർമ്മ ഈസ് എ ബിച്ച് എന്ന് പറയുന്ന പോലെ 2 years പാസ്റ്റ്. 2024 ഐ ഹാഡ് അറൌണ്ട് 7 lakhs ഓഫ് ഡെറ്റ്. ബിക്കോസ് നിങ്ങൾക്കറിയാലോ, എനിക്കൊരു വലിയൊരു ടീമുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് വലിയൊരു ടീമുണ്ടായിരുന്നു. അറൗണ്ട് എനിക്ക് തോന്നുന്നു 5-6 പേരുണ്ടായിരുന്നു. 2 വീഡിയോഗ്രാഫേഴ്സ്, 3 എഡിറ്റേഴ്സ്, ഒരു മാനേജർ. ലക്ഷറി എന്ന് പറയുന്നതിന് ഒരൊറ്റ എക്സാമ്പിൾ ഉണ്ടായിരുന്നുള്ളത് ഞാനായിരുന്നു. ആ ലെവലിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയി. എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയി. സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം തന്നെ എനിക്കൊരു 10 വർഷത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഇൻകം തന്നെ അടുത്ത 12 മാസത്തേക്കും സോ ബേസിക്കലി ഈ കടം വന്ന സമയത്ത് അത് എനിക്ക് എൻ്റെ സ്റ്റാഫിനെ പേ ചെയ്യാൻ എനിക്ക് പൈസ വേണമായിരുന്നു. ക്യാഷ് ഫ്ലോ കുറവായിരുന്നു. കാരണം എനിക്ക് ആവശ്യത്തിനുള്ള പൈസ അതായത് എനിക്ക് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ലൈഫ് നയിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ള ഈ ഡെറ്റ് മൊത്തം തീർക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് എന്നെ ഒന്ന് ഫ്ലോട്ട് ചെയ്ത് നിർത്തണമായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഫണ്ട് മൊത്തം എന്നെ ഫ്ലോട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തു. ദെൻ ഐ ട്രൈ ടു പേ ആസ് മച്ച് ആസ് പോസിബിൾ. അതിൻ്റെ ഇടയിൽ കുറച്ച് ആളുകളുടെ സംസാരം ഉണ്ടായിരുന്നു. അവനെന്തോ എൻ്റെ വീടൊക്കെ എഴുതിയെടുക്കും എന്നുള്ള രീതിയിലുള്ള മറ്റൊരു സംസാരം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളമാർക്കൊന്നും ഞാൻ ഒഴിപ്പിച്ച് വിട്ടിട്ടേ ഉള്ളൂ. കാരണം മാന്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് നമ്മളൊരു വാല്യൂ കൊടുക്കാത്ത ഒരാളുടെ, അല്ലെങ്കിൽ നമ്മൾ അർഹിക്കാത്ത പൈസ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അർഹിക്കാത്ത പൈസ നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ആയിട്ട് പോകും. അതേപോലെ തന്നെ എൻ്റെ ഒരു വേറൊരു ഐഡിയോളജിയാണ്, നമ്മൾ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ ഒരാൾക്ക് വേണ്ടിയാവട്ടെ മനസ്സറിഞ്ഞ് സ്പെൻഡ് ചെയ്താലേ നമുക്ക് ഒരുപാട് പൈസ കിട്ടുള്ളൂ. നമ്മൾ ഈ സ്പെൻഡ് ചെയ്യാതെ പിടിച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തും വളരൂല. നമ്മൾ ചിലപ്പോൾ ഒരു മേ ബി ഒരു 20 ലക്ഷം രൂപ ഉണ്ടാക്കുമായിരിക്കും, അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. നമ്മൾ സ്പെൻഡ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരാള് നമ്മുടെ വീട്ടിൽ വന്നു, അല്ലെങ്കിൽ ഒരാൾ വന്നു, ഒരു ഫ്രണ്ട് കാണാൻ വന്നു, അവനൊരു ഒരു ഫുഡ് മേടിച്ചു കൊടുക്കാം. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ കാനഡയിൽ വെച്ചിട്ട്, ഞാനിവിടെ കാനഡയിൽ വന്നില്ല ആ സമയത്തൊക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് വന്ന സമയത്ത് എൻ്റെ കയ്യിൽ $17 ഉണ്ടായിരുന്നു. അവനും എനിക്കും കൂടി ആയിട്ട് ഫുഡ് മേടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ബാലൻസ് $1.20. ആ $1.20 വെച്ചിട്ട് എനിക്ക് ബസ്സിന് പോകാനും പറ്റൂല, ഒന്നിനും പറ്റൂല. ലിറ്ററലി ഞാൻ ബ്രോക്കായി. ബ്രോക്കായി. എന്നിട്ടും ആ ഫുഡ് മേടിച്ചത് ഞാൻ മനസ്സറിഞ്ഞ് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടാണ് മേടിച്ചത്. അവനുമായിട്ട് ഇച്ചിരുന്ന് ഒരുമിച്ചിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ആൻഡ് യൂഷ്വലി അങ്ങനെ ഒരു പർച്ചേസ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചോദിക്കും. എനിക്ക് ഷെയർ ചോദിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ 17 വയസ്സിൽ ഞാൻ പൈസ ഏൺ ചെയ്യാൻ തുടങ്ങിയതാണ്. 17 വയസ്സ് മുതൽ എൻ്റെ കൂടെ ആരൊക്കെ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ ഞാൻ ഇഷ്ടംപോലെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആരും ഇങ്ങോട്ട് പൈസ തരുന്നതോ ഷെയർ ആയിട്ട് തരുന്നതോ അതിൻ്റെ പാതി പെയ്യുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല. അത് എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതായിട്ടാണ്. ഐ ഡോണ്ട് നോ, ഞാൻ എന്നെ തന്നെ കൺസിഡർ ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഒരാൾ ഇൻവൈറ്റ് ചെയ്തു, നമ്മൾ പുറത്ത് പോയി, അല്ലെങ്കിൽ ഞാൻ പേ ചെയ്യുന്നു, ആ സമയത്ത് അതിൻ്റെ അകത്ത് പാതി ഇടാന്ന് പറയാ, ആ പേയിങ് കൗണ്ടറിൻ്റെ അവിടെ വെച്ചിട്ട് പാതി പൈസ എടുക്കുക, ഇതൊക്കെ എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാനത് മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നതും. എനിക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ എത്രത്തോളം സന്തോഷത്തോടുകൂടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ദൈവം നമുക്ക് തരും. ദൈവമെന്നല്ല, നമുക്ക് ഈ യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുവന്ന് തരും. സോ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി സ്പെൻഡ് ചെയ്യുക. ഏൺ മോർ മണി. യെസ്, എനിക്കൊരു ബാക്ക്ലോഗ് ഉണ്ടായി. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ കടം വാങ്ങിച്ചിട്ട് പൊട്ടി ബിസിനസ് ചെയ്ത് തകർന്ന് തരിപ്പടമായിട്ട് നിൽക്കുന്ന സമയത്തുള്ള സിറ്റുവേഷൻ എനിക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് ഈ സിറ്റുവേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള 1 എൻ്റെ അമ്മ, 2 എൻ്റെ അച്ഛൻ, എൻ്റെ ഫാമിലി, അറ്റ് ദ സെയിം ടൈം ഒരു സ്പെഷ്യൽ പേഴ്സണും കൂടിയുണ്ട്. ഈ ഒരു ആളുകൾ എൻ്റെ ചുറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഹാപ്പി ആവില്ല. ഇവരൊക്കെ എൻ്റെ കൂടെ ഉള്ളതും എൻ്റെ ചുറ്റുമുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം.
ഇതിനകത്ത് ഞാൻ ഉള്ളത് പറയാലോ, ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങളടുത്ത് റിവീൽ ചെയ്തിട്ടില്ല. കുറെ കാര്യങ്ങൾ ഞാൻ വിഴുങ്ങി, വിച്ച് ഒബ്വിയസ്ലി ഇൻസെക്യൂർ ആയതുകൊണ്ടാണ് അതൊന്ന് ഷെയർ ചെയ്യാനായിട്ട്. കാരണം എൻ്റെ ഭാഗത്ത് ഇഷ്ടം പോലെ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ, ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റായ്മ, അങ്ങനത്തെ ഒരുപാട് മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുണ്ട്. സോ ഞാൻ എൻ്റെ സൈഡ് ഓഫ് സ്റ്റോറി പറയുന്ന സമയത്ത് എന്നെ ഷുഗർ കോട്ട് ചെയ്ത് എന്നെ ഗ്ലാമറൈസ് ചെയ്തല്ലേ പറയുള്ളൂ. അപ്പം ഈ ഒബ്വിയസ്ലി ഈ കടങ്ങളൊക്കെ വരാൻ ഉണ്ടായ സിറ്റുവേഷനും ഇതൊക്കെ തന്നെയാണ്. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചു. ഞാൻ എന്തൊക്കെ മിസ്റ്റേക്ക് ആണോ ചെയ്തത്, എന്തൊക്കെ വള്ളികളാണോ വരുത്തിയത്, അതെല്ലാം എനിക്ക് പോയിന്റുകൾ ഇട്ടതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ആൻഡ് ഐ വർക്ക്ഡ് മൈ ആസ് ഓഫ്. ഉള്ളത് പറയാലോ, ഞാൻ ഉറക്കമൊക്കെ 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ. ചില സമയത്ത് ഇവിടുത്തെ രാവിലെ 4 മണിക്ക് 3 മണിക്കൊക്കെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. ആ മീറ്റിംഗിൽ എണീറ്റ് ഉറക്കപ്പിച്ചിലാണ് ഞാൻ പിച്ച് ചെയ്യുന്നതൊക്കെ. ഉറക്കപ്പിച്ചിൽ ഞാൻ ക്ലയന്റിനെ പിച്ച് ചെയ്യുക. അതും സൂം കോളിൻ്റെ അകത്ത് 7-8 പേരൊക്കെ ഒറ്റയടിക്കിരിക്കുന്നത്. അതും അവരൊക്കെ എന്ന് പറഞ്ഞാൽ UK ആളുകളാണ്. അവർക്ക് പക്ക 2 മണി 3 മണിയാണ് എൻ്റെ ഇവിടുത്തെ 4 മണി 3 മണി എന്ന് പറയുന്നത്. അവിടെ വൈകിട്ട് 5 മണിയൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ 4 മണി 3 മണി രാവിലെ എന്നൊക്കെ പറയണേ. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടൊക്കെ ഇരിക്കണേ. പിന്നെ എന്താണ്, എത്രത്തോളം ബഡ്ജറ്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം ബഡ്ജറ്റിൽ ജീവിക്കാൻ പഠിച്ചു. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ പഠിച്ചു, ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്യാൻ പഠിച്ചു, എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളത് പഠിച്ചു. ആൻഡ് ഇതിനെല്ലാം താങ്ക് ചെയ്യുന്നത് ദ വൺ ആൻഡ് ഓൺലി എൻ്റെ മാനേജർ, ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് മാനേജർ റിയാസ് കുറുക്കൻ ഫസ്റ്റ്, ദെൻ മൈ ടീം. അവരെല്ലാവരും ഉണ്ടായത് കൊണ്ടാണ് എനിക്കിതിനെ റിക്കവർ ചെയ്ത് എനിക്കെല്ലാം ഒന്ന് സെറ്റ് ആവാൻ പറ്റിയത്. സോ ആസ് ഓഫ് നൗ ഞാൻ ഈ സ്റ്റോറി നിങ്ങളടുത്ത് പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഉണ്ടാവും, നിങ്ങൾ ഫക്ഡ് അപ്പ് ആവും. പക്ഷേ ആ സമയം നിങ്ങളുടെ സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കും. നിങ്ങളുടെ സിറ്റുവേഷൻ ചൂഷണം ചെയ്യാൻ, അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യാനും ഒരാളുണ്ടായിരിക്കും. 1-2 പേരൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും കണ്ടില്ല എന്ന് കഴിക്കുക. ഇനി നാളെ ഒരു ദിവസം ഈ ചൂഷണം ചെയ്ത ആളുകളില്ലേ, ഇവര് ആ സമയത്ത് അത് ചൂഷണം ചെയ്യാൻ പോവരുത്. അത് വൃത്തികെട്ട പരിപാടിയാണ്. അങ്ങനെ ചൂഷണം ചെയ്യാൻ പോവരുത്. കാരണം നമുക്ക് അവരുടെ സൈഡ് ഓഫ് സ്റ്റോറി അറിയില്ല, അവരുടെ സൈഡ് ഓഫ് കാര്യങ്ങൾ അറിയില്ല. സോ ഒരാളുടെ വീഴ്ചയിൽ ചൂഷണം ചെയ്യാൻ ഒരു മനുഷ്യനും പോകരുത്. ഞാൻ അങ്ങനെ ചെയ്തു പോയി. ഒരാളുടെ വീഴ്ചയെ ഞാൻ യൂട്ടിലൈസ് ചെയ്തു. കാരണം എനിക്ക് നല്ല അറ്റൻഷനാണ് കിട്ടിക്കൊണ്ടിരുന്നത് ആ ഒരു സിറ്റുവേഷൻ, ആ നെക്സ്റ്റിന്റെ സിറ്റുവേഷൻ വന്നുകൊണ്ടിരുന്ന സമയത്ത്. അത്രയും അറ്റൻഷൻ കിട്ടിയപ്പോൾ ഐ യൂസ്ഡ് ഇറ്റ്. ഉള്ളത് പറയാലോ, ഐ യൂസ്ഡ് ദാറ്റ് അറ്റൻഷൻ. എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ അറ്റൻഷൻ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു, വിച്ച് ഇസ് നോട്ട് ഗുഡ്. അങ്ങനെ ഒരാളുടെ താഴ്ചയിൽ, ഒരാളുടെ വീഴ്ചയിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. കാരണം അങ്ങനെ സന്തോഷിച്ചു കഴിഞ്ഞാൽ അടുത്ത് വീഴാൻ പോകുന്നത് നിങ്ങളാണ് എന്നുള്ളത് എപ്പോഴും ഓർമ്മയാണ്. അങ്ങനെ വീണ ഒരാളെന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് അടയ്ക്കാനുള്ളവൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വീട്ടിൽ വന്ന് നിൽക്കുന്നു. കാറിന്റെ ലോൺ പേയ്മെന്റ്സ് 3-4 സ്കിപ്പ് ആവുന്നു. ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആവുന്നു. വരുന്ന പൈസയൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടും അതായിട്ടും എടുത്തുകൊണ്ട് പോകുന്നു. പൈസ വരുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഞാൻ അനുഭവിച്ചു. സോ ഐ ആം ടെല്ലിങ് യു ഗൈസ്, ഡോണ്ട് ഡു ഇറ്റ്. വൃത്തിയുടെ സ്വഭാവം അത് എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുവാണ്. ലെറ്റ് ഇറ്റ് ഗോ. വാട്ട് എവർ ഇറ്റ് ഈസ്, അവൻ ഡീൽ ചെയ്തോളും, അവൻ ഫിഗർ ഔട്ട് ചെയ്തോളും. ഒരാളുടെ വീഴ്ചയെ ചൂഷണം ചെയ്യരുത്. അങ്ങനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവൻ, ഒരാളുടെ വീഴ്ചയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവൻ ഗതി പിടിക്കൂല എന്ന് പറഞ്ഞാൽ അവൻ അടപടലം മൂഞ്ചി തള്ളിയിരിക്കും, ഉറപ്പാ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇപ്പൊ വളരുന്നതായിട്ട് നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ കണ്ണിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, ഒരാളുടെ വീഴ്ചയിൽ വളരുന്നവൻ ഒരു പടുകൂറ്റൻ കുഴിയിൽ പോയി വീഴാൻ പോവാ. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ മുടി ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുടി വളർത്താൻ പോവാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2024 അല്ലെങ്കിൽ 2025 ആദ്യമൊക്കെ ആയപ്പോൾ ഞാൻ മുടി എനിക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മുടി ഷോർട്ട് ഹെയർ മാത്രം ആക്കാൻ തുടങ്ങി. ഇനി ഞാൻ ഒന്ന് മുടി വളർത്താനുള്ളൊരു പ്ലാനാണ്, കുറച്ച് ലെങ്ത് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. കുഴപ്പമില്ലാതിരിപ്പുണ്ട്, ലെങ്ത് ഉണ്ട്, പക്ഷെ ഒരു ഷേപ്പ് ഒരുമാതിരി മറ്റേ ഒരു കാർട്ടൂണിലൊക്കെ ഉള്ളൊരു സാധനത്തിനെ പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ശരി, ബൈ.